ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. എല്ലാവർക്കും തയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവർക്കും മടിയാണ് തയ്ച്ചെടുക്കാൻ. അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഫിനിഷ് ചെയ്യാൻ മടി, അത് മുഴുവനാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ആണ് എല്ലാവർക്കും. കുറേ പേർക്ക് ജോലിയുണ്ടോ, അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ സമയം കണ്ടെത്തുക, അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്ച്ച് തീർക്കാൻ പറ്റിയ ഒരു ഡിസൈനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, കാണിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഡിസൈനാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമ്മൾക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ട് നമുക്കൊരു സാരി അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, ഈ സെയിം ഡിസൈൻ തന്നെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്ച്ചു തീർക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എല്ലാവർക്കും മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനിങ് ആണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ കണ്ടു നോക്കാം. ഈ ഡിസൈൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിരിക്കാം കേട്ടോ. കുറച്ച് നാളായി നമ്മൾ ബ്ലൂ പ്രിൻറ്റ് ഞാൻ ഞാൻ ഡിസ്പ്ലേ ആകുമ്പോൾ ബ്ലൂ പ്രിൻറ്റ് ഇടാറില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ, ട്യൂട്ടോറിയൽ ആണെങ്കിൽ ഞാൻ എൻഡ് ഓഫ് ദി വീഡിയോ ഞാൻ ബ്ലൂ പ്രിൻറ്റ് ഇടാറുണ്ട്. ഈ ബ്ലൂ പ്രിൻറ്റ് ഞാൻ ഇടും ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ ഡിസൈനിങ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. നമ്മുടെ ഒരു കൈപ്പത്തി നീളത്തിലുള്ള ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് തയ്ക്കാം. ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയൊരു ഡിസൈനിങ് ആണ്, സ്റ്റിച്ചാണ് നമ്മൾ ഈ ഡിസൈനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു കോട്ടൺ സാരിയാണ്. കോട്ടൺ സാരിയിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഇതും ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ കോട്ടൺ ഒത്തിരി തിക്കായിട്ടുള്ള കോട്ടൺ അല്ല. കണ്ടോ, നമുക്ക് അടിയിൽ ഡിസൈൻ വെച്ച് മേളിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്പെറൻസി ഉള്ള ഒരു കോട്ടൺ സാരിയാണിത്. അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അടുക്കും, ഇഴയെല്ലാം കുറച്ചും കൂടെ അടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പിങ്ക്, ഇതൊരു ബേബി പിങ്ക് അല്ല, പക്ഷെ അതിലും കൂടെ കുറച്ചും കൂടെ കൂടിയ ഒരു കളറാണ്. പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ അത്രയ്ക്ക് കളറ് മനസ്സിലാവുന്നുണ്ടാവില്ല, കറക്റ്റ് കളർ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് 3 ത്രെഡ്സ് ആണ്. ഇതാണ് 3 കളറ്. ഒന്ന് ഓഷ്യൻ ബ്ലൂ കളറാണ്. ഇതിൻ്റെ കളർ കോഡ് 188 ആണ്. ആങ്കർ കളർ കോഡ് 188 ആണ്. പിന്നെ രണ്ടാമതുള്ള 846 ആണ്. പിന്നെയുള്ളത് 326 ആണ്. ഈ 3 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെംസ് തയ്ക്കാം, സ്റ്റെംസും ലീവ്സും തയ്ക്കാം. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ തയ്ക്കുമ്പം എപ്പോഴും ആദ്യം തന്നെ ഒന്ന് നോക്കണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇപ്പം ഞാൻ തയ്ക്കുന്നത് സ്റ്റെംസും ലീവ്സും ആണ് ആദ്യം തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വരും. അത് കഴിഞ്ഞിട്ട് ഇത്രയും പോർഷൻ വലിക്കുമ്പോൾ അത്രയും കാണത്തില്ല. ഈ ഒരു കുഞ്ഞു പോർഷൻ വലിക്കുമ്പം അത്രയും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വന്ന് ഇവിടെ കൂടെ എടുത്ത് മേളിൽ പോയി, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വലിച്ച് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കും. അങ്ങനെയായിരിക്കും ഞാൻ തയ്ക്കുന്നത്. അല്ലെങ്കിൽ മേലീന തയ്ക്കണമെങ്കിൽ ഇവിടുന്ന് ആദ്യം ഈ ഫ്ലവർ ലീവ്സ് തയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ ലീഫ് തയ്ച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോരും, പിന്നെ ഈ ലീഫ് തയ്ച്ചും പോകും. അങ്ങനെയായിരിക്കും ഞാൻ തയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ലീവ്സ് തയ്ച്ച് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് താഴത്തോട്ട് വന്ന് ഇവിടുന്ന് ഈ ഇതിലോട്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ തയ്ക്കുമ്പോൾ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഓരോന്ന് തയ്ച്ച് കഴിഞ്ഞ് കെട്ടിടണമെങ്കിൽ കെട്ടിടാം. ഇതിപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ തയ്ച്ചിട്ട് ഇതുവഴി എടുത്ത് മേളിലോട്ട് പോയി, ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തയ്ക്കാൻ പറ്റിയൊരു പാത്ത്. അപ്പം ഇങ്ങനെ അടിയിൽ കൂടെ വലിക്കുമ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽ തയ്ക്കുമ്പം നമ്മൾ ഗ്രീൻ ലൈൻ അടിയിൽ കൂടെ, ഗ്രീൻ ത്രെഡ് താഴത്തെ കൂടെ പാസ് ചെയ്യുന്നത് കാണത്തില്ല. അതുകൊണ്ട് വൃത്തിയേട് വരുന്നില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തയ്ച്ച് നോക്കാം. ആദ്യം ഗ്രീനാണ് ഞാൻ എടുക്കുന്നത്. ഗ്രീൻ 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാം. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ആർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെയും പറഞ്ഞു തരുക. കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ കുത്തിയെടുത്തു, ഇവിടുന്ന് ഇങ്ങനെ കുറച്ചായിട്ട് എടുക്കുക. ഇതിലും കുറച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാൻ നല്ലത്. ഇവിടുന്ന് വീണ്ടും ആ മേലിലോട്ടുള്ള ആ ഹോളിലോട്ട്, ആദ്യം എവിടെയാണ് നമ്മൾ നിർത്തിയ അതിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ വീണ്ടും കുത്തിയെടുക്കുന്നു. എപ്പോഴും ത്രെഡ് റൈറ്റ് സൈഡിൽ നമ്മുടെ കൈയിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലോട്ട് വേണം ത്രെഡ് വെക്കാൻ. നീഡിൽ ലെഫ്റ്റ് സൈഡിലും വേണം.
ആ ഒരു രീതിയിൽ നമ്മൾ ഈ സ്റ്റെം തയ്ച്ച് പോവുകയാണ്. എത്ര കുഞ്ഞ് ഡിസ്റ്റൻസ് എടുക്കുന്നോ, കുറച്ച് തുണിയെടുത്ത് നമ്മൾ തയ്ക്കുന്നോ അത്രയും ഭംഗി കൂടും സ്റ്റെം സ്റ്റിച്ചിന്. എത്ര അടുപ്പിച്ച് തയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അകത്തി തയ്ക്കുന്തോറും അതിൻ്റെ ഭംഗി കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ നമുക്ക് സ്റ്റെം തയ്ച്ചെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ തയ്ച്ചു പോയേക്കണേ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വലിച്ചേക്കണത് കാണാം. ഇങ്ങനെ ഇവിടെ വലിച്ചിട്ടുണ്ട്, ഇവിടെ വലിച്ചിട്ടുണ്ട്, ഇങ്ങനെ വലിച്ച് വലിച്ച് പോയേക്കണത് കാണാം. അപ്പം ഇത് നമ്മൾ പൂവും കൂടെ തയ്ച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ബാക്ക് സൈഡ് ഇരിക്കണതെന്ന് അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമുക്ക് പൂ തയ്ക്കാം. പൂ തയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റും ഈ ഒരു ഡിസൈനിങ്. ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു സാരിയിൽ കുറച്ച് ഭാഗങ്ങളിലായിട്ടാണ് ഈ പാറ്റേൺ തയ്ച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ സാരി തയ്ക്കുവാണെങ്കിൽ ബോർഡർ ഡിസൈൻ പോലെ ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് തയ്ക്കുവാണെങ്കിൽ അത് ഈ ഒരു ഡിസൈൻ നമുക്ക് ഫാൻസി സാരിയിൽ വരെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡിസൈൻ ഇവിടെ മാത്രം ചെയ്യാവുന്ന മാത്രമല്ല, അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. ആ സ്റ്റിച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് തയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞു എളുപ്പത്തിൽ തീർക്കാനുള്ള സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റിച്ചും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെറ്റൽസ് തയ്ക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നടുക്ക് പോർഷൻ തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ താഴത്തെ കൂടെ വലിക്കാനുള്ള ഓപ്ഷനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്നോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു പെറ്റലിലോട്ട് പോകാം. അപ്പം അടി കൂടെ വലിക്കുന്നത് കുറവായിരിക്കും ആ ഒരു രീതിയിൽ. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ സർക്കിൾ കറങ്ങി ഇവിടെ വരിക, പിന്നെ ഇങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ ഇപ്പോൾ ഇവിടെ എടുത്തു. 6 strands ആണ്, ഓഷ്യൻ ബ്ലൂ കളറാണ്. ഇവിടുന്ന് വെറുതെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതെന്താ, വെറുതെ കുത്തിപ്പൊക്കുക, താത്തുക, അത്രയേ ഉള്ളൂ. അടുത്ത ലൈൻ, അടുത്ത പെറ്റിൽ. അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞ വളരെ എളുപ്പമുള്ളത്. സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും അറിയണമെന്നില്ല. വെറുതെ ആ വരച്ചെടുത്തേ കൂടെ പൊക്കുക, താത്തുക, അത്രയേ ഉള്ളൂ. പെറ്റിൽ മുഴുവൻ അതുപോലെ ഫില്ല് ചെയ്യുക. വളരെ സിമ്പിളല്ലേ? എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാം. അധികം സമയവും എടുക്കത്തില്ല. 6 strands ആയതുകൊണ്ട് തടിച്ച് നിൽക്കും. ഇനി കുറച്ചും കൂടെ തടിപ്പ് വേണം എന്നുണ്ടെങ്കിൽ സെയിം ഹോളിൽ തന്നെ ഒന്നുകൂടെ എടുത്ത് ഇതിൻ്റെ മേലിൽ ഒന്നുകൂടെയും തയ്ക്കുവാണെങ്കിൽ, ഒരു വട്ടം കൂടെ തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എംബോസ് ചെയ്ത് നിൽക്കും. പക്ഷേ ഈ ഒരു കേസിൽ, ഈ ഒരു ഡിസൈനിൻ്റെ കേസിൽ ഞാൻ വരച്ചിരിക്കുന്ന ഡിസൈൻ ഒത്തിരി വലുപ്പമില്ല. അപ്പോൾ പെറ്റൽസ് തമ്മിലുള്ള അകൽച്ച ഒട്ടും ഇല്ല, ആദ്യം തന്നെ ഇല്ല. അപ്പോൾ ഒന്നിൻ്റെ മേളിൽ ഒന്നും കൂടെ ചെയ്താൽ ചിലപ്പം ഒത്തിരി അടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റവട്ടാണ് പൊക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തയ്ക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ്. അതിന് പകരം നമുക്ക് ലേസി ചെയ്യാം. കുറച്ചും കൂടെ വലിയ പൂവായിട്ട് ഡിസൈൻ വരയ്ക്കുവാണെങ്കിൽ ബൂളിയൻ നോട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരച്ചിട്ട് ഇതിന് ചുറ്റും ഇനി സ്പൈഡർ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി അങ്ങനെ, അല്ലെങ്കിൽ റോസിറ്റി സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ അങ്ങനെ ഇതിൻ്റെ ഈ കാലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വളച്ചെടുക്കാം. പല രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതൊക്കെ ഞാൻ 2-3 ഓപ്ഷൻസ് പറഞ്ഞാൽ, ഇത് മാത്രമല്ല വേറെയും പല സ്റ്റിച്ചസും ഇതിൻ്റെ അകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ടോ എത്ര പെട്ടെന്ന് നമ്മളൊരു ഫ്ലവറിൻ്റെ പെറ്റൽ തയ്ച്ചു കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു. ഇനി നടുക്കത്തെ അപ്പോൾ ഇവിടെ കഴിഞ്ഞു. അടുത്ത പോയിന്റിൽ നമ്മൾ ഇവിടെ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ താഴത്തേക്കൂടെ വലിക്കുന്നത് ഒരു തുള്ളി പോലും കാണാനില്ല. അപ്പോൾ അടുത്തത് തയ്ക്കുക. ഇതുപോലെ തന്നെ അടുത്ത പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തീരുന്ന രീതിയിൽ തയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പെറ്റലിലോട്ട് അടുത്തത് പോകാം. അപ്പം അങ്ങനെ നമ്മൾ കുത്തിയെടുക്കുവാണെങ്കിൽ കുറേ സമയം നമ്മൾ ലാഭിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, കെട്ടിടണം 2 വട്ടം. അപ്പം തീരുമ്പോൾ ഒന്ന് കെട്ടിടണം, പിന്നെ അടുത്ത ഫ്ലവർ തയ്ക്കാൻ പോകുമ്പോൾ ത്രെഡിൻ്റെ അവിടെ ഒന്നുകൂടെ കെട്ടിടണം. അപ്പോൾ 2 കെട്ടിടണം നമുക്ക്. അത് ആ ഒരു സമയം നമുക്ക് ലാഭിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് തയ്ക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഫ്ലവറും തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഫ്ലവറിൻ്റെ പെറ്റൽസ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്കാണ്. അത് നമ്മുടെ ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ല, വേറൊരു ഓറഞ്ചും അല്ലാത്തൊരു ഷെയ്ഡാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഈ ഓഷ്യൻ ബ്ലൂ ആൻഡ് ഓറഞ്ച്, ഇതിൻ്റെ നടുക്ക് പിങ്ക് വെക്കുവാണെങ്കിൽ നല്ലോണം തെറിച്ച് നിൽക്കും ആ ഫ്ലവർ. ഇത് ഓറഞ്ച് ആയതുകൊണ്ട്
അത്രയ്ക്ക് തെറിച്ച് നിൽക്കുന്നത് അത്രയ്ക്കില്ല എന്ന് പറയാം. അപ്പോൾ ഇതും 6 strands എടുത്തിട്ടാണ്. ഇതാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാം, അതല്ലെങ്കിൽ ബൂളിയൻ നോട്ട് തയ്ക്കാം, അതും അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഇൻ ബോൺ തയ്ച്ച് ഇങ്ങനെ ക്രോസ് ചെയ്താൽ അങ്ങനെ ഫില്ല് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രഞ്ച് നോട്ട് ചെയ്താണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 6 strands വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇതുപോലെ വലിച്ചു പിടിക്കുക, ഒരു എൻഡ് നമ്മൾ ചുറ്റിയിട്ട് ഇങ്ങനെ താത്തുമ്പോൾ സൂക്ഷിക്കുക, വിടവിൽ കൂടെ താഴത്തോട്ട് ഇറങ്ങി പോകരുത്. അപ്പോൾ ഇതുപോലെ നല്ലോണം ത്രെഡ് വലിച്ചു പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് നല്ലോണം വലിച്ച് തന്നെ പിടിക്കുക. എന്നാലാണ് ഫ്രഞ്ച് നോട്ട് വൃത്തിയായിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ ലൂസായിട്ട് പോകും. പിന്നെ ഇതിൽ താഴ്ത്തുമ്പോൾ ഒത്തിരി മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചില മെറ്റീരിയലിൽ നല്ല മുറുക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന നോട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോകും. ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും ഇങ്ങനെ ലൈൻസ് ഉണ്ട്, ഈ ലൈൻസ് നമുക്ക് കാണാമല്ലോ, ആ വിടവിൽ കൂടെ താഴത്തോട്ട് ഇറങ്ങി പോകാതെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഒത്തിരി ബലം പിടിച്ച് താഴത്തോട്ട് വലിക്കരുത്. ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ പെറ്റൽസ് തയ്ച്ചതിൻ്റെ ത്രെഡിൻ്റെ നോട്ട് ഇട്ടേക്കണത് താഴെ ഈ നീഡിൽ, ഇപ്പോൾ നമ്മൾ ഇറക്കുമ്പോൾ ആ നീഡിൽ നോട്ടിൻ്റെ ഇടയിൽ കൂടെ ഈ നീഡിൽ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ ഉടക്കി താഴെയുള്ള നോട്ടിൽ നമ്മൾ സൂചി ഉടക്കിയിരിക്കുന്ന കാരണം ഇറങ്ങിപ്പോരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സൂക്ഷിച്ച് വേണം വലിക്കാനായിട്ട്. ഒറ്റ വലിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് തയ്ച്ചിരിക്കുന്ന പെറ്റലും ചിലപ്പോൾ ചീത്തയായെന്ന് വരും. അതുപോലെ തന്നെ നമ്മുടെ നോട്ട് എടുത്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നതും താഴത്തോട്ട് പോകും, ആ ഏരിയയിൽ ഒരു ഹോളും വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് ഫുൾ ഡിസൈൻ, അപ്പം ഈ 3 സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച്, ലീവ്സ് ലേസി ഡേസിയും, പിന്നെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വെറുതെ നമ്മൾ പൊക്കിയെടുക്കുന്നു, താത്തുന്നു, അങ്ങനത്തെ ലോങ് ആൻഡ് ഷോർട്ട് പോലത്തെ ആ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ടും കണ്ടോ. ഈ ഒരു കളർ ത്രെഡ് കൊടുത്ത കാരണം ഇതിന് ഒത്തിരി എടുത്ത് നിൽക്കുന്നില്ല. അതേസമയത്ത് പിങ്കിൻ്റെ ഷെയ്ഡ്സ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ എടുത്ത് നിൽക്കും. ഇപ്പോൾ ഒരു റാണി പിങ്ക് ഷെയ്ഡോ അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്താൽ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഈ ഒരു കളർ കൊടുത്തേക്കുന്ന കാരണം ഒത്തിരി പ്രൊജക്ഷൻ ഇല്ലാത്തൊരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മളിവിടെ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്ലവർ പാറ്റേൺ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചു തീർക്കാം. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഇഞ്ചാണ് ഒരു പാറ്റേണിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇത് മുന്താണിയുടെ ഒരു സൈഡിലുള്ള ഡിസൈനാണ്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഫുൾ ഡിസൈൻ തന്നെയാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്യാൻ പോയില്ല, അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് റണ്ണിങ് പോർഷനിൽ. പിന്നെ ഫ്രണ്ടിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ 2 ഡിസൈനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊലയായിട്ട് തയ്ക്കുവാണെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ബഡ്ജറ്റഡ് വൈസ് ഉള്ള സാരി ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, മുന്താണിയിൽ ഒരെണ്ണം. ഇത് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്ന ഒരു ഡിസൈനിങ് ആണ്. അവിടെ 2 എണ്ണമാണ് വരുന്നത്, ഇങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ. പിന്നെ ഇത് വിത്ത് ബ്ലൗസ് സാരിയാണ്, സെയിം കളേഴ്സ് ബ്ലൗസ് പീസാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സ്ലീവിൻ്റെ അവിടെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് സ്ലീവിൻ്റെ കൈയിൻ്റെ അവിടെ വന്നിരിക്കുന്ന ഡിസൈനിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസ് പീസുമായിട്ട്. ഇതിൻ്റെ റേറ്റ് 1400 ആണ്, 500 ആണ്.